Hello, welcome to Chapters. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെമാഫോറിനെ കുറിച്ചിട്ടാണ്. ഇത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സബ്ജക്റ്റിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് സെമാഫോർ എന്താണെന്ന് നോക്കാം. സെമാഫോർ എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ബേസ്ഡ് സൊല്യൂഷൻ ആണ് ഫോർ സോൾവിംഗ് ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലം. എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ഇതേ സെന്റൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലം സോൾവ് ചെയ്തുകൊണ്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ബേസ്ഡ് സൊല്യൂഷനെ കുറിച്ചിട്ട്. അതായിരുന്നു പീറ്റേഴ്സൺ സൊല്യൂഷൻ. പക്ഷേ പീറ്റേഴ്സൺ സൊല്യൂഷനിലെ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്തായിരുന്നു? രണ്ട് പ്രോസസ്സുകൾക്ക് ഇടയ്ക്ക് മാത്രമേ പ്രോസസ് സിൻക്രോണൈസേഷൻ നടത്താൻ പറ്റുള്ളൂ എന്നുള്ളതായിരുന്നു. സോ ആ ഒരു ലിമിറ്റേഷൻ ഇവിടെ സെമാഫോർ വെച്ചുകൊണ്ട് ഓവർകം ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്ന് വെച്ചാൽ രണ്ടിൽ കൂടുതൽ പ്രോസസ്സുകൾ വന്നാലും സെമാഫോർ വെച്ചുകൊണ്ട് പ്രോസസ് സിൻക്രോണൈസേഷൻ പോസിബിൾ ആണ് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് സെമാഫോർ ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തെന്നുള്ളത്. സെമാഫോർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ദിക്ഷ്ട്ര എന്ന് പറയുന്ന ഒരു ഡച്ച് സയന്റിസ്റ്റ് ആണ്. ഇനി ഡയറക്റ്റ് നമുക്ക് ഡെഫിനിഷനിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ആൻ ഇന്റിജർ വേരിയബിൾ വിത്ത് ടു അറ്റോമിക് ഓപ്പറേഷൻസ് പി ആൻഡ് വി യൂസ്ഡ് ടു സോൾവ് ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലം. എന്ന് വെച്ചാൽ ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് സെമാഫോർ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇത് എന്ന് പറയുന്നത് ഒരു ഇന്റിജർ വേരിയബിൾ ആണ്. യൂഷ്വലി നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് എസ് എന്നുള്ള വേരിയബിൾ വെച്ചുകൊണ്ടാണ്. ഇനി ഈ ഒരു ഇന്റിജർ വേരിയബിൾ തന്നെ നിന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഈ പറയുന്ന പ്രോസസ് സിൻക്രോണൈസേഷൻ അച്ചീവ് ചെയ്യുക എന്നുള്ളത് ഈസി ആയിട്ടുള്ള കാര്യമല്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഇന്റിജർ വേരിയബിളിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് അറ്റോമിക് ഓപ്പറേഷൻസ് കൂടി യൂസ് ചെയ്യുന്നുണ്ട്. പി എന്ന് പറയുന്നതും വി എന്ന് പറയുന്നതുമായിട്ടുള്ള രണ്ട് ഓപ്പറേഷൻസ്. എന്താണ് അറ്റോമിക് ഓപ്പറേഷൻസ്? നമ്മൾ പറഞ്ഞു ഇവിടെ ഇന്റിജർ വേരിയബിൾ ആണ് സെമാഫോർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെമാഫോർ എന്നുള്ള വേരിയബിളിലെ വാല്യൂസിനെ പല പ്രോസസ്സുകളും ഒന്നിൽ കൂടുതൽ പ്രോസസ്സുകൾ വരാം. അപ്പോൾ ഒന്നിൽ കൂടുതൽ പ്രോസസ്സുകളെ ആക്സസ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷെ ഈ ഒരു വേരിയബിളിനെ ഡയറക്റ്റ് ആക്സസിങ് എന്നുള്ളത് അലൗഡ് അല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇന്റിജർ വേരിയബിളിനെ ഷെയർ ചെയ്യാൻ കൂടിയിട്ട് വേണ്ടിയാണ് നമ്മൾ ഈ പറയുന്ന രണ്ട് ഫംഗ്ഷൻസും യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അറ്റോമിക് ഓപ്പറേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സൈമിൾട്ടേനിയസ് ആയിട്ട് ഒന്നിൽ കൂടുതൽ പ്രോസസ്സുകൾക്ക് ഈ ഒരു ഇന്റിജർ വേരിയബിളിന്റെ വാല്യൂവിനെ മോഡിഫൈ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഒന്നുകൂടി ക്ലിയർ ആയി പറയാന്നുണ്ടെങ്കിൽ ഒരു പ്രോസസ്സ് വന്നിട്ട് സെമാഫോറിന്റെ വാല്യൂ മോഡിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രോസസ്സ് എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചു പോകുന്നത് വരെ വേറൊരു പ്രോസസ്സിന് ആ സെമാഫോർ വാല്യൂവിനെ ചേഞ്ച് ചെയ്യാൻ പാടില്ല എന്ന്. ഓക്കെ, ഇനി നമുക്ക് അറിയേണ്ടത് എന്താണ് പി ചെയ്യുന്നത്, അതുപോലെ തന്നെ വി എന്നുള്ള ഫംഗ്ഷനും എന്താണ് ചെയ്യുന്നത് നോക്കാം. അപ്പൊ അതിനു മുന്നേ നമുക്ക് അറിയേണ്ടത് സെമാഫോറിന്റെ വർക്കിംഗ് ലോജിക് എങ്ങനെയാന്നുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. നിങ്ങൾ പീറ്റേഴ്സൺ സൊല്യൂഷൻ എന്താണ് അതിന്റെ വർക്കിംഗ് കണ്ട് മനസ്സിലാക്കിയതാണെന്നുണ്ടെങ്കിൽ ഇതുമായിട്ട് കണക്ട് ചെയ്യാനൊക്കെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇതിന്റെ ലോജിക്കിലോട്ട് പോവാണെന്നുണ്ടെങ്കിൽ ഒരു പ്രോസസ്സ് ക്രിട്ടിക്കൽ സെക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി വരികയാണ്. ക്രിട്ടിക്കൽ സെക്ഷനിൽ എന്തായിരിക്കാം? കോമൺലി യൂസ് ചെയ്യുന്ന കോഡായിരിക്കാം, അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്ന റിസോഴ്സുകളായിരിക്കാം. സോ ഈ ഒരു ക്രിട്ടിക്കൽ സെക്ഷൻ ഒരു പ്രോസസ് എക്സിക്യൂട്ട് ചെയ്യാൻ വരുമ്പോൾ ആ പ്രോസസ്സിന്റെ കോഡുകളെ നമ്മൾ ഡിഫറെന്റ് സെക്ഷൻസ് ആക്കി മാറ്റിയിട്ടുണ്ട്. എൻട്രി സെക്ഷൻ, എക്സിറ്റ് സെക്ഷൻ, ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് ക്രിട്ടിക്കൽ സെക്ഷൻ, പിന്നെ ബാക്കിയുള്ള അത്രയും പോർഷൻ എന്ന് പറയുന്നത് റിമൈൻഡർ സെക്ഷൻ. സോ ഇതിലെ മെയിൻ റോള് കളിക്കുന്നത് ആരൊക്കെയാണ്? എൻട്രി സെക്ഷനും അതുപോലെ എക്സിറ്റ് സെക്ഷനുമാണ്. അപ്പോൾ ഒരു പ്രോസസ്സ് വരുമ്പോൾ ആദ്യം എവിടെ കയറും? എൻട്രി സെക്ഷനിൽ പോകും. എൻട്രി സെക്ഷനിൽ പോയിട്ട് ക്രിട്ടിക്കൽ സെക്ഷൻ അവൈലബിൾ ആണോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അവൈലബിൾ ആണെങ്കിൽ എന്ത് ചെയ്യും? ആ പ്രോസസ്സ് പറയും ഞാൻ ഒരു തവണ ആ ക്രിട്ടിക്കൽ സെക്ഷൻ യൂസ് ചെയ്യുകയാണെന്ന്. അപ്പോൾ ഒരു തവണയാണല്ലോ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ സെമാഫോറിന്റെ വാല്യൂ അവിടെ ഡിക്രിമെന്റ് ചെയ്തിട്ടാണ് ക്രിട്ടിക്കൽ സെക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്. എന്തിനാണ് അവിടെ ഡിക്രിമെന്റ് ചെയ്യുന്നത്? നെക്സ്റ്റ് പ്രോസസ്സ് വരുമ്പോൾ എത്ര കണ്ട് ക്രിട്ടിക്കൽ സെക്ഷൻ അവൈലബിൾ ആണ് എന്നുള്ളത് ആ ഒരു സെമാഫോർ വാല്യൂ നോക്കിയാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി ആ ഒരു പ്രോസസ് എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം എവിടെ പോകും? എക്സിറ്റ് സെക്ഷനിൽ പോകും. എക്സിറ്റ് സെക്ഷനിൽ ആ പ്രോസസ്സ് പറയും ഞാൻ എൻ്റെ ക്രിട്ടിക്കൽ സെക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു, ഇനി എനിക്ക് ആവശ്യമില്ല. അപ്പൊ എടുത്തത് അത്രയും തിരിച്ചേൽപ്പിക്കുകയാണ്. ഒരു തവണയാണ് ക്രിട്ടിക്കൽ സെക്ഷൻ എക്സിക്യൂട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒരു തവണ അവിടെ ഇൻക്രിമെന്റ് ചെയ്തിട്ടാണ് പോകുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഈ ഒരു വർക്കിംഗ് എന്ന് പറയുമ്പോൾ എന്താ നടക്കുന്നത്? ഫസ്റ്റ് ഒരു ടെസ്റ്റിംഗ് നടക്കുന്നു, ലാസ്റ്റിലോട്ട് പോകുമ്പോൾ ഒരു ഇൻക്രിമെന്റും നടത്തിയിട്ടാണ് പോകുന്നത്. സോ ഈ രണ്ട് മീനിങ്, ടെസ്റ്റിങ്ങും അതുപോലെ തന്നെ ഇൻക്രിമെന്റ് എന്നുള്ള ഈ ഒരു രണ്ട് മീനിങ്ങിനോട് റിലേറ്റ് ആയിട്ടുള്ള രണ്ട് വേർഡ്സ് ഉണ്ട്, ഡച്ച് വേർഡ്സ്. ഈ ഡച്ച് വേർഡ്സ് ആയിട്ടുള്ള പ്രോബർ ആൻഡ് വെറോജൻ എന്ന് വെച്ചാൽ പ്രോബറൻ എന്ന് പറയുന്നത് ടു ടെസ്റ്റ് എന്നുള്ള മീനിങ് ആണ്. അതുപോലെ തന്നെ വെറോജൻ എന്ന് പറയുന്നത് ടു ഇൻക്രിമെന്റ്. അപ്പൊ ഈ ഒരു രണ്ട് വേർഡിൽ നിന്നാണ് നമുക്ക് പി എന്നുള്ള ഫംഗ്ഷനും വി എന്നുള്ള ഫംഗ്ഷനും ഉണ്ടായത്. പിന്നീട് ഇതിനെ മോഡിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ അതിന്റെ സിനോണിംസ് ആയിട്ട് വെയിറ്റ് ഡൗൺ എന്നുള്ളതും യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സിഗ്നൽ അപ്പ് എന്നുള്ള
പേരിലും നമ്മൾ ഇതിനെ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എങ്ങനെ വന്നാലും പി എന്ന് പറഞ്ഞാലും വെയിറ്റ് എന്ന് പറഞ്ഞാലും ഡൗൺ എന്ന് പറഞ്ഞാലും ഒരേ മീനിങ് ആണ്. അതുപോലെ തന്നെ വി എന്നുള്ള ഫംഗ്ഷന് സിഗ്നൽ എന്ന് പറഞ്ഞാലും അപ്പ് എന്ന് പറഞ്ഞാലും സെയിം മീനിങ് തന്നെയാണ് കൊടുക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ പി എന്നുള്ള ഫംഗ്ഷനും വി എന്നുള്ള ഫംഗ്ഷൻ, അതായത് വെയിറ്റ് സിഗ്നൽ എന്നുള്ള ഫംഗ്ഷൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഇതിൽ പി എന്നുള്ള ഫംഗ്ഷൻ അല്ലെങ്കിൽ വെയിറ്റ് ഫംഗ്ഷൻ നമ്മൾ പ്ലേസ് ചെയ്യുന്നത് എൻട്രി സെക്ഷനിലാണ്. അതുപോലെ തന്നെ എക്സിറ്റ് സെക്ഷനിലാണ് വി ഫംഗ്ഷൻ അല്ലെങ്കിൽ സിഗ്നൽ ഫംഗ്ഷനെ പ്ലേസ് ചെയ്യുന്നത്. അപ്പൊ ഇനി നമുക്ക് ഇതിനെ ഒരു എക്സാമ്പിൾ വെച്ചുകൊണ്ട് നോക്കാം. ഇപ്പൊ സപ്പോസ് നമ്മുടെ കയ്യിൽ ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം ആയിട്ട് ഒരു റിസോഴ്സ് കണക്റ്റഡ് ആണ്. റിസോഴ്സ് എന്ന് പറയുമ്പോൾ പ്രിന്ററിനെ നമുക്ക് എടുക്കാം. ഒരു പ്രിന്റർ കണക്ട് ചെയ്തെടുക്കാം എന്ന് വെച്ചാൽ അവിടെ ആ സിസ്റ്റം ആയിട്ടുള്ള ടോട്ടൽ നമ്പർ ഓഫ് റിസോഴ്സ് എത്രയാണ്? ഒരെണ്ണാണ്. ഒരു പ്രിന്ററുള്ളത്. അത് കാരണം ഒരെണ്ണാണ് എടുക്കുന്നത്. ദാറ്റ് മീൻസ് ഇവിടെ നമ്മൾ സെമാഫോറിന്റെ വാല്യൂ ആയിട്ട് എടുക്കുന്നത് 1 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ഫംഗ്ഷനിലോട്ട് വരുന്ന സമയത്ത് പി ഓഫ് സെമാഫോർ എസ് എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ ആണ് സെമാഫോറിന് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. അതിനെ പാസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റിലോട്ട് പോവാണ്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? വൈൽ കണ്ടീഷൻ ആണ്. വൈലില് കണ്ടീഷൻ എന്താണ്? 1 ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു 0 എന്നാണ് ചെക്ക് ചെയ്യുന്നത്. ഈ ഒരു കണ്ടീഷൻ ഇവിടെ ഫോൾസ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യും? ഒരിക്കലും ഈ വൈൽ ലൂപ്പിന്റെ ഉള്ളിൽ കിടന്ന് കറങ്ങില്ല. പകരം നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റിലോട്ട് വരുന്നു. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? വരുന്ന പ്രോസസ് എന്ത് ചെയ്യും? എസിന്റെ വാല്യൂ ഡിക്രിമെന്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഒരെണ്ണം വെച്ചാണ് ഡിക്രിമെന്റ് ചെയ്യുന്നത്. എന്തുകൊണ്ട് ഒരെണ്ണം വെച്ച് ചെയ്യുന്നു? ഓരോ പ്രോസസ്സുകൾക്കും അറ്റ് എ ടൈമിൽ ക്രിട്ടിക്കൽ സെക്ഷൻ ഒരു തവണയാണ് എക്സിക്യൂട്ട് ചെയ്യാൻ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻക്രിമെന്റ് ചെയ്യും ഡിക്രിമെന്റ് ചെയ്യുന്നത് ഓരോന്ന് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ എസിന്റെ വാല്യൂ വന്ന പ്രോസസ്സ് സപ്പോസ് അതിന്റെ പേര് P1 ആണെന്ന് വിചാരിക്കുക. അപ്പൊ P1 എന്ത് ചെയ്തു? എസിന്റെ വാല്യൂ അവിടെ ഡിക്രിമെന്റ് ചെയ്തു. അപ്പൊ പ്രസന്റ്ലി എസിന്റെ വാല്യൂ എന്തായിട്ട് വന്നു? 0 ആയിട്ട് വന്നു. എഗൈൻ ഇവിടെ എന്ത് ചെയ്തു? എസിന്റെ വാല്യൂ 0 എന്നുള്ളത് അപ്ഡേറ്റഡ് ആയി. എന്നിട്ട് അതിനുശേഷം P1 എന്തിനു പോകും? P1 ക്രിട്ടിക്കൽ സെക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു. ദെൻ സെയിം ടൈം അടുത്ത പ്രോസസ്സ് വരികയാണ്. അടുത്ത പ്രോസസ്സ് P2 വരുമ്പോൾ എസിന്റെ വാല്യൂ നോക്കുമ്പോൾ 0 ആണ്. കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പൊ ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഒരിക്കലും നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റിലോട്ട് പോകില്ല. പകരം വൈൽ ലൂപ്പിന്റെ ഉള്ളിൽ തന്നെ സർക്കുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ എത്ര വരെ ആ പ്രോസസ്സ് ആ ഒരു വൈൽ ലൂപ്പിന്റെ ഉള്ളിൽ സർക്കുലേറ്റ് ചെയ്യും? അതിന് ക്രിട്ടിക്കൽ സെക്ഷൻ ഫ്രീ ആയിട്ട്, അതായത് ഇവിടുത്തെ ഒരു കണ്ടീഷൻ ഫോൾസ് എപ്പോ ആകുന്നോ അന്നേരം മാത്രമേ ആ പ്രോസസ്സിന് വൈൽ ലൂപ്പിന്റെ ഉള്ളിൽ നിന്ന് പുറത്ത് വന്ന് ക്രിട്ടിക്കൽ സെക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ ഒരു കേസസിൽ ഇപ്പൊ വരുന്ന പ്രോസസ് P2 ആണെങ്കിൽ P2 എന്ത് ചെയ്യും? ഈ ഒരു വൈൽ ലൂപ്പിന്റെ ഉള്ളിൽ ഇങ്ങനെ കിടന്ന് സർക്കുലേറ്റ് ചെയ്യാണ്. ഇനി നെക്സ്റ്റ് P1ന്റെ കേസ് എടുക്കുമ്പോൾ P1 എപ്പോഴെങ്കിലും അതിന്റെ ക്രിട്ടിക്കൽ സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് പുറത്തു പോവാണ്. പുറത്തു പോകുമ്പോൾ അങ്ങനെ ചുമ്മാ പോകാൻ പറ്റില്ല. എവിടെ പോകണം? എക്സിറ്റ് സെക്ഷനിൽ പോകണം. എക്സിറ്റ് സെക്ഷനിൽ ആരായിരിക്കുന്നത്? സിഗ്നൽ ഓപ്പറേഷൻ ഉണ്ട്. സിഗ്നൽ ഓപ്പറേഷന്റെ ഉള്ളിൽ എന്താ ചെയ്യുന്നത്? എസിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യാണ് ചെയ്യുന്നത്. ആരാണ് ഇൻക്രിമെന്റ് ചെയ്യുന്നത്? പോകുന്ന പ്രോസസ്സ്. ഇവിടുന്ന് ആരാ പോകുന്നത്? P1 എന്നുള്ള പ്രോസസ് ആണ്. അപ്പൊ എസിന്റെ വാല്യൂ ഇപ്പൊ പ്രസന്റ്ലി എന്താ ഉള്ളത്? 0 ആണുള്ളത്. 0 എന്നുള്ളത് ഒരെണ്ണം ഇൻക്രിമെന്റ് ചെയ്യുമ്പോൾ എസിന്റെ വാല്യൂ 1 ആയിട്ട് മാറും. അപ്പൊ 1 എന്നുള്ളത് ഇവിടെ അപ്ഡേറ്റഡ് ആയി വരുന്ന സമയത്ത് എസിന്റെ വാല്യൂ എന്തായി? 1 ആയി. ദെൻ ഇവിടെ കണ്ടീഷൻ വൈൽ ലൂപ്പിന്റെ കണ്ടീഷനിൽ ആരെ ഇരിക്കുന്നത്? P2 എന്ന് പറഞ്ഞിട്ടൊരു പ്രോസസ് ഇരിക്കുന്നുണ്ട്. അപ്പൊ P2 നോക്കുന്ന സമയത്ത് എസിന്റെ വാല്യൂ ഇതേ 1 ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്തായി? കണ്ടീഷൻ നമുക്ക് ഫോൾസ് ആയി കിട്ടി. അപ്പൊ എന്ത് ചെയ്യുന്നു? P2ന് ക്രിട്ടിക്കൽ സെക്ഷനിൽ പോകാനുള്ള ഒരു ചാൻസ് കിട്ടുകയാണ് ചെയ്യുന്നത്. ദെൻ അഗൈൻ P2 വന്നിട്ട് ക്രിട്ടിക്കൽ സെക്ഷനിലോട്ട് എൻറ്റർ ചെയ്ത് പോകും. ഇങ്ങനെയാണ് വെയിറ്റ് സിഗ്നൽ എന്നുള്ള രണ്ട് ഫങ്ഷൻസും നടക്കുന്നത്. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ എക്സിക്യൂഷൻ എന്നുള്ളത് ഇതുപോലെ സ്മൂത്ത് ആയി നടക്കണം എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം? വരുന്ന പ്രോസസ്സുകൾക്ക് അനുസരിച്ച് അതേ സ്പീഡിൽ തന്നെ ക്രിട്ടിക്കൽ സെക്ഷൻ എക്സിക്യൂട്ട് ചെയ്തിട്ട് പ്രോസസ്സുകൾ തിരിച്ചു പോകാനും പറ്റണം. സപ്പോസ് ക്രിട്ടിക്കൽ സെക്ഷനിൽ പ്രോസസ്സുകളുടെ എക്സിക്യൂഷൻ സ്ലോ ആയിട്ടാണ് നടക്കുന്നത്, പക്ഷെ ഒരുപാട് പ്രോസസ്സുകൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആ സമയത്ത് എന്ത് സംഭവിക്കുന്നു? ഇവിടെ ഒരു ബിസി വെയിറ്റിംഗ് എന്നുള്ളത് ബ്ലോക്ക്ഡ് സ്റ്റേറ്റിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട്. എന്ന് വെച്ചാൽ വരുന്ന പ്രോസസ്സുകൾ സ്റ്റാർവേഷൻ സ്റ്റേറ്റിലോട്ട് പോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അങ്ങനത്തെ കേസിൽ ആ ഒരു പ്രോബ്ലം, അതുപോലെ തന്നെ ഇവിടെ എന്ത് പറ്റുന്നുണ്ടോ? CPU സൈക്കിൾ വേസ്റ്റ് ആയി പോകുന്നു എന്നുള്ള പ്രശ്നം കൂടി ഉണ്ട്. സോ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? പുതുതായിട്ടൊരു ക്യൂ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്തത്. ആ ക്യൂ എങ്ങനെയാ വർക്ക് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, സപ്പോസ് ഒരു പ്രോസസ് P1 വരികയാണ്. വരുന്ന സമയത്ത് ഇവിടെ കണ്ടീഷൻ ട്രൂ ആകും. P1 എന്ത് ചെയ്യും? എസിന്റെ വാല്യൂ അങ്ങ് ഡിക്രിമെന്റ് ചെയ്യും. അതെങ്ങനെ നടക്കുന്നു നോക്കാം. P1 വരുന്ന സമയത്ത് എസിന്റെ വാല്യൂ കറന്റ്ലി 0 ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഇവിടെ കണ്ടീഷൻ എന്തായി? ട്രൂ ആയി. അപ്പൊ ആ പ്രോസസ് എന്ത് ചെയ്യും? P1 വന്നിട്ട് P1 എന്ത് ചെയ്യുന്നു? P1 എസിന്റെ വാല്യൂ ഡിക്രിമെന്റ് ചെയ്യും. 0യിൽ നിന്ന് ഒരെണ്ണം മൈനസ് ചെയ്യുമ്പോൾ -1 മാറി എസിന്റെ വാല്യൂ. എന്നിട്ട് P1 എന്ത് ചെയ്യും? P1 ക്യൂയിലോട്ട് പോകുന്നു. അതിന് വേണ്ടിയിട്ട് ഒരു സിസ്റ്റം കോൾ യൂസ് ചെയ്യുന്നുണ്ട്.
സ്ലീപ്പ് എന്നുള്ള സിസ്റ്റം കോൾ. ഓക്കെ, അതിനുശേഷം അടുത്ത പ്രോസസ്സ് വരികയാണ്. അടുത്ത പ്രോസസ്സ് വരുന്ന സമയത്ത് എസിന്റെ വാല്യൂ എന്തായിട്ടാണ് ഇരിക്കുന്നത്? ഇവിടെ -1 ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ P2 പറയുന്നു വൈൽ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ. അപ്പൊ വൈൽ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ വീണ്ടും കണ്ടീഷൻ എന്തായി? ഇവിടെ ട്രൂ ആയി. അപ്പൊ എന്ത് ചെയ്യും? P2 വന്നിട്ട് വീണ്ടും എസ് എന്നുള്ള വേരിയബിളിന്റെ വാല്യൂ അങ്ങ് ചേഞ്ച് ചെയ്യും. അപ്പൊ എസിന്റെ വാല്യൂ എന്തായിട്ടുണ്ട്? -2 ആയി. അതിനുശേഷം P2വും ഇതുപോലെ ക്യൂയിലോട്ട് പോയി. ദെൻ അടുത്ത പ്രോസസ്സ് വരികയാണ് P3 വരുമ്പോഴും എസിന്റെ വാല്യൂ -2 ആണ്. അപ്പൊ ഇവിടെ കണ്ടീഷൻ എന്തായി? ട്രൂ ആയി. ട്രൂ ആകുമ്പോൾ P3 വന്നിട്ട് എസിന്റെ വാല്യൂ വീണ്ടും ഡിക്രിമെന്റ് ചെയ്തിട്ട് -3 ആക്കും. എന്നിട്ട് P3 വീണ്ടും ക്യൂയിലോട്ട് പോകുന്നു. ആ ഒരു വേയിലാണ് ഇവിടെ ട്രൂ ആകുമ്പോൾ ക്യൂയിലോട്ട് പോകുന്ന പ്രോസസ്സ് നടക്കുന്നത്. ഇനി ഈ ക്യൂയിൽ ഇരിക്കുന്ന പ്രോസസ്സുകൾക്ക് എപ്പോഴെങ്കിലും ക്രിട്ടിക്കൽ സെക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ ഒരു ചാൻസ് കിട്ടണം. ഇതിന് വേണ്ടിയിട്ട് ക്രിട്ടിക്കൽ സെക്ഷനിൽ ഇരിക്കുന്ന ഏതെങ്കിലും പ്രോസസ്സ് പുറത്തു പോകണം. അപ്പോൾ ഒരു പ്രോസസ്സ് പുറത്തു പോകുമ്പോൾ എന്ത് സംഭവിക്കും? എസിന്റെ വാല്യൂ ഇവിടെ ഇൻക്രിമെന്റ് ചെയ്യും. എന്ന് വെച്ചാൽ ഇപ്പൊ പ്രസന്റ്ലി എസിന്റെ വാല്യൂ -3 ആണെന്നുണ്ടെങ്കിൽ എന്തായിട്ട് മാറും? -2 ആയിട്ട് ഇൻക്രിമെന്റ് ചെയ്തു. അടുത്ത പ്രോസസ്സ് ക്രിട്ടിക്കൽ സെക്ഷൻ എക്സിക്യൂട്ട് ചെയ്തിട്ട് സിഗ്നൽ ഫംഗ്ഷനിൽ എത്തുമ്പോൾ എസിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും? എസിന്റെ വാല്യൂ വീണ്ടും -1 ആയിട്ട് ഇൻക്രിമെന്റ് ചെയ്യും. ദെൻ അതുപോലെ തന്നെ അടുത്ത പ്രോസസ്സും ക്രിട്ടിക്കൽ സെക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് സിഗ്നൽ ഫംഗ്ഷനിൽ എത്തുമ്പോൾ എസിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യും. അപ്പൊ എന്തായി മാറും? -1 എന്നുള്ളത് 0 ആകും. ദെൻ അടുത്ത പ്രോസസ്സും ഇതേ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പൊ എസിന്റെ വാല്യൂ എന്താകും? 1 ആയിട്ട് മാറും. അപ്പൊ എപ്പോഴാണോ 1 എന്നുള്ളത് എസിന്റെ വാല്യൂ ആകുന്നത് ആ സമയത്ത് ഇവിടെ കണ്ടീഷൻ എന്തായി? ഫോൾസ് ആയി. ഫോൾസ് ആയി കഴിഞ്ഞു എന്ന് പറയുമ്പോൾ പിന്നീട് ആർക്കാണ് എക്സിക്യൂഷന് ചാൻസ് കിട്ടുന്നത്? ക്യൂയിൽ നിന്ന് ഒരു പ്രോസസ്സിനെ എടുക്കണം. അതിന് വേണ്ടിയിട്ട് വേക്കപ്പ് എന്നുള്ള സിസ്റ്റം കോൾ ആണ് യൂസ് ചെയ്യുന്നത്. വേക്കപ്പ് വെച്ചുകൊണ്ട് ക്യൂയിൽ നിന്ന് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഓർഡറിലാണ് പ്രോസസ്സുകൾ എടുക്കുന്നത്. എന്ന് വെച്ചാൽ ഈ ഒരു കേസ് എടുക്കുമ്പോൾ P1 എന്നുള്ള പ്രോസസ് ആണ് ആദ്യം വന്നത്. അപ്പൊ P1 എന്നുള്ള പ്രോസസ്സിനാണ് ക്രിട്ടിക്കൽ സെക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ചാൻസ് കിട്ടുന്നത്. എന്നിട്ട് ക്രിട്ടിക്കൽ സെക്ഷൻ എക്സിക്യൂട്ട് ചെയ്തിട്ട് വീണ്ടും പ്രോസസ്സ് എപ്പോഴാണോ പുറത്തു പോകുന്നത് ആ സമയം വീണ്ടും എസിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യും. ഇൻക്രിമെന്റ് ചെയ്തിട്ട് ഇവിടെ കണ്ടീഷൻ ഫോൾസ് ആകുന്ന കേസിലാണ് അടുത്ത പ്രോസസ്സിന് ക്രിട്ടിക്കൽ സെക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ചാൻസ് കിട്ടുന്നത്. അപ്പൊ ഈ ഒരു വേയിലാണ് ഈ ബിസി വെയിറ്റിംഗ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. സെമാഫോർ എന്ന് പറയുന്നത് ഇവിടെ കഴിയുന്നില്ല. സെമാഫോർ തന്നെ 2 ടൈപ്പ് വരുന്നുണ്ട്. ഒരെണ്ണം ബൈനറി സെമാഫോർ. ബൈനറി സെമാഫോറിന്റെ വേറൊരു പേരാണ് മ്യൂടെക്സ് ലോക്ക് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ കൗണ്ടിങ് സെമാഫോർ എന്ന് പറയുന്നത്. ഇനി ബൈനറി സെമാഫോറിൽ എന്താ പറയുന്നത്? ഇവിടുത്തെ സെമാഫോറിന്റെ വാല്യൂ റേഞ്ച് ചെയ്യുന്നത് 0ക്കും 1ന്റെ ഇടയ്ക്കാണ്. അതായത് ബൈനറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ എന്താണ് അവിടെ നമ്പേഴ്സ് വരുന്നത്? 0സും 1ഉം. അപ്പൊ ഇവിടുത്തെ സെമാഫോർ വാല്യൂസിന്റെ വാല്യൂസും ഒന്നുകിൽ 0 ആകും അല്ലെങ്കിൽ 1 ആകും. ഇനി 0 ആവുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ക്രിട്ടിക്കൽ സെക്ഷൻ ഈസ് നോട്ട് ഫ്രീ എന്നാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രോസസ്സ് ക്രിട്ടിക്കൽ സെക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ പ്രോസസ്സിന് കിട്ടുന്ന റിപ്ലൈ ക്രിട്ടിക്കൽ സെക്ഷൻ ഫ്രീ അല്ല. എന്ന് വെച്ചാൽ പ്രോസസ്സിന് അവിടെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇനിയിപ്പോ 1 ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെങ്കിലോ അങ്ങനത്തെ കേസിൽ ക്രിട്ടിക്കൽ സെക്ഷൻ ഫ്രീ ആണ്. അപ്പൊ റിക്വസ്റ്റ് ചെയ്ത പ്രോസസ്സിന് ക്രിട്ടിക്കൽ സെക്ഷന് എക്സിക്യൂട്ട് ചെയ്യാവുന്നതാണ്, അവിടെ ഫ്രീ ആണ് എന്നതാണ് 1 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു കോഡിൽ എങ്ങനെ വർക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ സപ്പോസ് ഒരു പ്രോസസ്സ് വരികയാണ്. പ്രോസസ്സ് വരുന്ന സമയത്ത് അതിനകത്തുള്ള ആ സിസ്റ്റമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന റിസോഴ്സ് ആകാം നമ്മൾ ആക്സസ് ചെയ്യുന്നത്, അല്ല എന്നുണ്ടെങ്കിൽ കോമൺ ആയിട്ട് വരുന്ന ഡാറ്റ ആകാം. സപ്പോസ് ആ റിസോഴ്സ് ഇവിടെ അവൈലബിൾ ആണ് എന്ന് വെച്ചാൽ എസിന്റെ വാല്യൂ എന്തായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്? എസ് ഈക്വൽ ടു 1 ആണ് ഇനീഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എസിന്റെ വാല്യൂ 1 ആവുമ്പോൾ ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ എന്തുവരും? കണ്ടീഷനിൽ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് അവിടെ കണ്ടീഷൻ എന്തായിട്ട് വന്നു? ഫോൾസ് ആയിട്ട് വന്നു. ഫോൾസ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ പ്രോസസ് എസിന്റെ വാല്യൂ എന്ത് ചെയ്യുന്നു? ഡിക്രിമെന്റ് ചെയ്യും. അപ്പൊ എസിന്റെ വാല്യൂ എന്തായിട്ടാണ് ഡിക്രിമെന്റ് ചെയ്തപ്പോ കിട്ടിയത്? 0 ആയിട്ടാണ് കിട്ടിയത്. എന്നിട്ട് ഇപ്പൊ വന്ന പ്രോസസ്സ് P1 ആണെന്നുണ്ടെങ്കിൽ ആ P1 എന്നുള്ള പ്രോസസ്സ് ക്രിട്ടിക്കൽ സെക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പോയി. അതേ സമയം അടുത്ത പ്രോസസ്സ് വരികയാണ്. P1 എന്നുള്ള പ്രോസസ്സ് മാറിയിട്ട് P2 എന്നുള്ള പ്രോസസ്സ് വരികയാണ്. P2 ചെക്ക് ചെയ്യുന്ന സമയത്ത് സെമാഫോറിന്റെ വാല്യൂ എന്തായിട്ടാണ് കിടക്കുന്നത്? 0 ആയിട്ടാണ് കിടക്കുന്നത്. അപ്പൊ P2 എന്നുള്ള പ്രോസസ്സ് വരുന്ന സമയത്ത് ഇവിടെ എസിന്റെ വാല്യൂ 0 ആണ്. 0 എന്ന് വെച്ചാൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ക്രിട്ടിക്കൽ സെക്ഷൻ ഫ്രീ അല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ P2നെ ഇവിടെ ബ്ലോക്ക് ചെയ്തു. P2ന് ക്രിട്ടിക്കൽ സെക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ ചാൻസ് കിട്ടുന്നില്ല. ഇനി P2ന് എപ്പോഴാണ് ചാൻസ് കിട്ടുക? P1 എന്നുള്ള പ്രോസസ്സ് ക്രിട്ടിക്കൽ സെക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം സിഗ്നൽ ഓപ്പറേഷനിൽ എത്തുന്നു. സിഗ്നൽ ഓപ്പറേഷനിൽ വന്നിട്ട് എസിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യും. ഇപ്പൊ പ്രസന്റ്ലി എസിന്റെ വാല്യൂ 0 ആയിരുന്നു. 0 എന്നുള്ളത് ഒരെണ്ണം ഇൻക്രിമെന്റ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറി? 1 ആയിട്ട് മാറി.
1 ആയി മാറിക്കഴിഞ്ഞാൽ ഇവിടെ ആര് വെയിറ്റ് ചെയ്യുന്നുണ്ട്? P2 എന്നുള്ള പ്രോസസ്സ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ P2ന്റെ ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ ഫോൾസ് ആയി, ദെൻ P2ന് ക്രിട്ടിക്കൽ സെക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ചാൻസ് കിട്ടുകയാണ് ചെയ്യുന്നത്. ഈ ഒരു വേയിലാണ് സെമാഫോറിൽ, അതായത് ബൈനറി സെമാഫോർ വർക്ക് ചെയ്യുന്നത്. ഇവിടെ വളരെ ഈസി എന്ന് തോന്നുന്നത് ഇവിടെ ആകെ 2 നമ്പേഴ്സ് 0ഉം 1ഉം മാത്രമേ, അതിങ്ങനെ സ്വിച്ച് ചെയ്തിട്ടാണ് ഇവിടെ വർക്കിംഗ് നടക്കുന്നത്. നെക്സ്റ്റ് സെമാഫോർ ആണ് കൗണ്ടിങ് സെമാഫോർ. കൗണ്ടിങ് സെമാഫോറിന്റെ വാല്യൂസ് റേഞ്ച് ഓവർ അൺറെസ്ട്രിക്റ്റഡ് ഡൊമൈൻ എന്ന് വെച്ചാൽ 1 2 3 4 എന്നുള്ള ആ ഒരു നമ്പർ വൈസിൽ പോകും അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് റിസോഴ്സിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് ഒരു സിസ്റ്റമായിട്ട് ഒന്നിൽ കൂടുതൽ റിസോഴ്സുകൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ എഫിഷ്യന്റ് ആയിട്ട് മാനേജ് ചെയ്യാൻ കൂടിയിട്ടാണ് നമ്മൾ കൗണ്ടിങ് സെമാഫോർ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ അത് എങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കാം. സോ ഇവിടെ കൗണ്ടിങ് സെമാഫോർ വെച്ചുകൊണ്ട് റിസോഴ്സുകളെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. സപ്പോസ് നമ്മുടെ കയ്യിൽ സിസ്റ്റമായിട്ട് 2 പ്രിന്റേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ദാറ്റ് മീൻസ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് 2 റിസോഴ്സുകളാണ് ഉള്ളത്. ഓക്കെ, 2 പ്രിന്റേഴ്സ്. ഇപ്പൊ പ്രസന്റ് ടൈമിൽ വരുന്നത് 3 പ്രോസസ്സുകളാണ്, അതായത് P1 P2 P3. ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകും ആദ്യം വരുന്ന പ്രോസസ്സുകൾ 2 എണ്ണത്തിനും അതിന് അവൈലബിൾ ആയി കിടക്കുന്ന 2 പ്രിന്റേഴ്സും കിട്ടും. എന്ന് വെച്ചാൽ നമ്മൾ അസ്യൂം ചെയ്യാണ് സിസ്റ്റത്തിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള പ്രിന്റേഴ്സ് ഫ്രീ ആണ്, ഇപ്പൊ ആരും യൂസ് ചെയ്യുന്നില്ല. അപ്പൊ P1ന് R1നെയും കൊടുക്കും, P2ന് R2നെയും കൊടുക്കും. പക്ഷെ നോക്കിയേ P3യുടെ കേസിൽ ആരെയും കിട്ടുന്നില്ല. അപ്പൊ എങ്ങനെയാണ് ഈ മാനേജ്മെന്റ് നടക്കുന്നത് നോക്കാം. സപ്പോസ് നമ്മുടെ ഈ ഒരു സെമാഫോർ വാല്യൂ അനുസരിച്ചിട്ട് ആദ്യം നമ്മൾ എടുക്കുന്ന റിസോഴ്സുകളുടെ എണ്ണാണ് സെമാഫോറിന് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ ഇവിടുത്തെ സെമാഫോറിന്റെ വാല്യൂ ഇവിടെ എത്ര റിസോഴ്സുകളാണുള്ളത്? 2 എണ്ണാണുള്ളത്. അപ്പോൾ സെമാഫോറിന്റെ വാല്യൂ 2 ആണ് ഇനീഷ്യലി ഉള്ളത്. ഇനി P1 വരുന്ന സമയത്ത് P1 എന്ത് ചെയ്യും? ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷനാണ് വരുന്നത്. അപ്പൊ ആ ഒരു കണ്ടീഷൻ ഇവിടെ എന്തായി? ഫോൾസ് ആയി. അപ്പൊ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റിലോട്ട് പോകും. P1 എന്ത് ചെയ്യും? എസിന്റെ വാല്യൂ ഡിക്രിമെന്റ് ചെയ്യും. എസിന്റെ വാല്യൂ 2 ആയിരുന്നു, 2 - 1 എന്ന് പറയുമ്പോൾ 1 ആയിട്ട് ഡിക്രിമെന്റ് ചെയ്തു. എന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടെ സെമാഫോറിന്റെ വാല്യൂ കിടക്കുന്നത് 1 എന്നാണ്. ദെൻ P1 R1നെ അങ്ങ് എടുത്തു, എക്സിക്യൂഷന് വേണ്ടി പോകുന്നു. ദെൻ അടുത്ത പ്രോസസ്സ് വരികയാണ് P2 വരുമ്പോഴും ഇതേ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. എഗൈൻ ഇവിടെ കണ്ടീഷൻ എന്തായി? ഫോൾസ് ആയി. അപ്പോൾ P2 വന്നിട്ട് എന്ത് ചെയ്യും? P2 വന്നിട്ട് എസിന്റെ വാല്യൂ ഡിക്രിമെന്റ് ചെയ്യുന്നു. ഡിക്രിമെന്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്തായി? എസിന്റെ വാല്യൂ 0 ആയി. 0 ഇവിടെ അപ്ഡേറ്റ് ചെയ്തു. ഓക്കെ, ദെൻ P2ന് R2നെ അലോക്കേറ്റ് ചെയ്ത് കൊടുത്തു, അതും സാറ്റിസ്ഫൈ ചെയ്തു. ദെൻ നെക്സ്റ്റ് P3 എന്നുള്ള പ്രോസസ്സ് വരികയാണ്. P3 വരുന്ന സമയത്ത് ഇവിടെ എസിന്റെ വാല്യൂ എന്താണ്? 0 ആണ്. കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ ഇവിടെ കണ്ടീഷൻ ട്രൂ ആയി. ട്രൂ ആയാൽ ഒരിക്കലും P3ക്ക് ഇവിടെ ക്രിട്ടിക്കൽ സെക്ഷനിലോട്ട് പോകാൻ പറ്റുന്നില്ല. P3 ഇവിടെ ബ്ലോക്ക്ഡ് സ്റ്റേറ്റിലാണ് കിടക്കുന്നത്. ഓക്കെ, P3 ഇവിടെ ബ്ലോക്ക്ഡ് സ്റ്റേറ്റിലോട്ട് പോയി. ഇനി എപ്പോഴാണ് P3ക്ക് എക്സിക്യൂഷന് വേണ്ടി പോകാൻ പറ്റുന്നത്? ഒന്നുകിൽ P1 അല്ലെങ്കിൽ P2 ഇതിൽ ഏതെങ്കിലും ക്രിട്ടിക്കൽ സെക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് P3ക്ക് എക്സിക്യൂഷനുള്ള ചാൻസ് കിട്ടുള്ളൂ. സപ്പോസ് ഇതിൽ നിന്ന് ഫസ്റ്റ് എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് P1 ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? P1 ഇവിടെ ഈ ഒരു സിഗ്നൽ ഫംഗ്ഷനിൽ എത്തും. സിഗ്നൽ ഫംഗ്ഷനിൽ എത്തിയിട്ട് സെമാഫോറിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യുന്നു. ഇപ്പൊ പ്രസന്റ്ലി സെമാഫോറിന്റെ വാല്യൂ എന്താണ്? 0 ആണുള്ളത്. അപ്പോൾ സെമാഫോറിന്റെ വാല്യൂ എന്തായിട്ട് ഇൻക്രിമെന്റ് ചെയ്തു? 0 + 1 = 1 ആയിട്ട് ഇൻക്രിമെന്റ് ചെയ്തു. അതിവിടെ അപ്ഡേറ്റഡ് ആയി കിടക്കുന്ന സമയത്ത് ഇവിടെ ആര് വെയിറ്റ് ചെയ്യുന്നുണ്ട്? P3 വെയിറ്റ് ചെയ്യുന്നുണ്ട്. P3 നോക്കുമ്പോൾ ദേ ഇവിടെ വാല്യൂ ചേഞ്ച് ആയിട്ടുണ്ട്. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്നായിട്ടാണ് മാറിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അവിടെ കണ്ടീഷൻ എന്തായി? ഫോൾസ് ആയി. ഫോൾസ് ആയ P3ക്ക് എങ്ങോട്ട് ചാടാം? ഈ ഒരു സ്റ്റേറ്റ്മെന്റിലോട്ട് പോരാൻ പറ്റും. അപ്പൊ P3 വന്നിട്ട് P3 എന്ത് ചെയ്തു? സെമാഫോറിന്റെ വാല്യൂ ഡിക്രിമെന്റ് ചെയ്തിട്ട് 0 ആക്കി മാറ്റി. അതിനുശേഷം P3 വന്നിട്ട് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സിനെ എടുക്കും. സോ ഈ ഒരു എക്സാമ്പിളിൽ P1 ആണ് എക്സിക്യൂഷന് പോയത്. അപ്പൊ P1 യൂസ് ചെയ്തിരുന്നത് R1 എന്നുള്ള റിസോഴ്സ് ആയിരുന്നു. അപ്പൊ ഈ ഒരു റിസോഴ്സ് ആണ് ഫ്രീ ആയത്. അതിലോട്ട് ആര് യൂസ് ചെയ്യുന്നു? P3 എന്നുള്ള പ്രോസസ്സ് യൂസ് ചെയ്യും. സോ ഈ ഒരു വേയിലാണ് കൗണ്ടിങ് സെമാഫോർ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത സെമാഫോർ എന്താണ്, 2 ടൈപ്പിലുള്ള സെമാഫോർ എന്താണ്, വെയിറ്റ്, സിഗ്നൽ ഫംഗ്ഷന് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ അത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഓൺ നെക്സ്റ്റ് ക്ലാസ്. ബൈ.